ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാൾട്ടയിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളിലൊന്നായ മോസ്ത റോട്ടുണ്ട എന്ന ചർച്ചിൻ്റെ മുൻപിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഈ പള്ളിയുടെ ഡോമിലൂടെ ഒരു ബോംബ് വീണിരുന്നു. അത് പൊട്ടിത്തെറിക്കാതിരുന്നത് വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണ് മോസ്ത റോട്ടുണ്ട എന്ന ഈ ചർച്ചിന് മിറാക്കിൾ ചർച്ച് എന്ന പേര് വീണത്. അന്ന് വീണ പൊട്ടാതിരുന്ന ആ ബോംബ് ഇന്നും ഇവർ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. മാൾട്ടയിൽ വരുന്ന വിസിറ്റേഴ്സിന് മോസ്ത റോട്ടുണ്ട വിസിറ്റിംഗ് ചാർജ് വരുന്നത് €5 പെർ അഡൾട്ടാണ്. 12 ഇയേഴ്സ് ബിലോ ഉള്ളവർക്ക് വിസിറ്റിംഗ് ചാർജ് കൊടുക്കേണ്ടതില്ല. (1833) ആരംഭിച്ച് ഏകദേശം 28 വർഷം കൊണ്ടാണ് 1860 ഈ ചർച്ചിൻ്റെ പണി പൂർത്തിയായത്. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഡോമിലേക്കുള്ള സ്റ്റെപ്സാണ്. വളരെ ഇടുങ്ങിയതും വളഞ്ഞതുമായ പടവുകളിലൂടെയാണ് മുകളിലേക്ക് പോകുന്നത്. മുകളിലേക്ക് ചെല്ലുമ്പോഴുള്ള മോസ്ത നഗരത്തിൻ്റെ ഈ കാഴ്ച കാണാൻ തന്നെ നല്ല രസമാണ്. ഡോമിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള പള്ളിയുടെ ഇൻറ്റീരിയർ കാഴ്ചകളാണിത്. ഈ ഡോമാണ് ഈ ചർച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1942 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു ബോംബ് ഈ ഡോമിലൂടെ വീണിരുന്നു. ആ സമയത്ത് പള്ളിക്കുള്ളിൽ 100 കണക്കിന് ആളുകൾ പ്രാർത്ഥനയിലുണ്ടായിരുന്നു. അന്ന് ആ ബോംബ് പൊട്ടാതിരുന്നത് ഇന്നും ഒരു അത്ഭുതമായി ഓർമ്മിക്കപ്പെടുന്നു. ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ചർച്ചിൻ്റെ ഇൻറ്റീരിയറിലേക്കാണ്. വളരെ വിശാലമായതും ഭംഗിയുള്ളതുമായ അകത്തളമാണ് ഈ ചർച്ചിനുള്ളത്. മനോഹരമായ ചിത്രങ്ങളും അലങ്കാരങ്ങളും കൊത്തുപണികളും ഓരോ ഭാഗത്തും നമുക്ക് കാണാം. വളരെ വിശാലമായൊരു പ്രാർത്ഥനാ ഹാളും പ്രധാന അൾത്താരയും നമുക്ക് കാണാം. മാർബിൾ ഉപയോഗിച്ചാണ് മോസ്ത റോട്ടുണ്ടയുടെ ഫ്ലോർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബാപ്റ്റിസ്മൽ ഫോണ്ടിന് പിന്നിലായി കാണുന്ന മാർബിൾ ശില്പങ്ങളും മനോഹരമായ ചിത്രങ്ങളും സ്വർണ്ണ അലങ്കാരങ്ങളും ഈ ദേവാലയത്തിൻ്റെ കലാപാരമ്പര്യവും ആത്മീയതയും ഒരുപോലെ പ്രകടമാക്കുന്ന ഒന്നാണ്. ഇവിടുത്തെ പെയിൻറ്റിങ്സിൻ്റെ കാര്യം പറയേണ്ടത് തന്നെയാണ്. കാരണം ഓരോ പെയിൻറ്റിങ്സിനും ഓരോ കഥയാണ് പറയാനുള്ളത്. പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന തടിയിൽ നിർമ്മിച്ച മനോഹരമായ പൾപിറ്റ് നമുക്കിവിടെ കാണാം.
എന്തു ഭംഗിയാണല്ലേ ഈ ചർച്ച് കാണാൻ. ചർച്ചിൻ്റെ ഇൻറ്റീരിയറിൽ നിന്ന് നേരെ പോകുന്നത് മ്യൂസിയത്തിലേക്കാണ്. മാൾട്ടയിലെ സുവനീർ ഷോപ്സിലുള്ള ഐറ്റംസ് എല്ലാം ഇവിടെയും നമുക്ക് ലഭ്യമാണ്. മോസ്റ്റാ റോട്ടുണ്ട ചർച്ചിൻ്റെ ഒരു മോഡലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ബോംബ്. ഈ ചർച്ചിൻ്റെ ഏറ്റവും ഫേമസ് ഹിസ്റ്റോറിക്കൽ എലമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ ബോംബാണ്. ദേവാലയത്തിൻ്റെ ഇടനാഴികൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഈ ചെറിയ വഴിയിലൂടെ എവിടെ എത്തുന്നെന്ന് നമുക്ക് നോക്കാം. ഈ പഴയ ക്ലോക്കും ലെതറിൻ്റെ കസേരയും 100 കണക്കിന് വർഷങ്ങൾക്ക് മുന്നിലുള്ളതാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതമാണ്. ഇപ്പോൾ നമ്മൾ ചർച്ചിന് വെളിയിലേക്ക് വന്നു. ഇനി അടുത്തതായി കാണാനുള്ളത് വേൾഡ് വാർ ഷെൽട്ടേഴ്സ് ആണ്. പക്ഷെ അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഈ കാണുന്നത് മോസ്താ ചർച്ചിന് പുറകിലായുള്ള ഒരു പാർക്കാണ്. വളരെ ഭംഗിയായും ക്ലീനായുമാണ് അവർ ഈ പാർക്ക് സംരക്ഷിച്ചിരിക്കുന്നത്. ചർച്ചിൻ്റെ പുറകുവശമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചരിത്രവും കലയും വിശ്വാസവും നിറഞ്ഞ ഈ അത്ഭുത നിർമ്മിതി തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.